ഹലോ കൂട്ടുകാരെ, സെൽഫ് ലവിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് സെൽഫ് ലവിനെ പറ്റി പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ ഞാൻ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത കുറച്ച് 7 തിങ്സാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് തുടങ്ങിയോ? സെൽഫ് ലവ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യമായി ഞാൻ പ്രാക്ടീസ് ചെയ്തത് കണ്ണാടിയിൽ നോക്കാമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ സ്വയം കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ട് നമ്മളെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പറയുക. എന്നിങ്ങനെയൊക്കെ പറയാം. എന്നെ കാണാൻ ഭയങ്കര സുന്ദരനാണ് ഞാനിന്ന് ഭയങ്കര ഹാപ്പിയായിട്ട് നിൽപ്പുണ്ടല്ലോ, എൻ്റെ ഡ്രസ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്, ഞാൻ എന്ത് ഗ്രേറ്റ്ഫുള്ളാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് സ്വയം അഭിമാനിക്കാൻ പറ്റിയ നല്ല കാര്യങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമുക്ക് സ്വയം സംസാരിക്കാം. അതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. അതായത് ഞാൻ ആദ്യം സെൽഫ് ലവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഡയറിയുടെ കാര്യം പറഞ്ഞല്ലേ, എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ആ ഡയറിയിൽ തന്നെ സ്വയം, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറയും. രണ്ടാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ഗ്രേറ്റ്ഫുള്ളായ 5 കാര്യങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരം തന്നിട്ടുണ്ട്, എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു ശരീരമുണ്ട്, എനിക്ക് നല്ലൊരു വീടുണ്ട്, എനിക്ക് കൈയും കാലും ഉണ്ട്, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നതാണ്, എനിക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും കാറ്റും മഴയും എല്ലാം എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം ഗ്രേറ്റ്ഫുള്ളായ 5 കാര്യങ്ങൾ സ്വയം ഡയറിയിൽ കുറിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ 1 മണിക്കൂർ ഗുഡ് ബൈ പറയുക. 1 മണിക്കൂർ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആക്കിയോ അല്ലെങ്കിൽ സൈലൻ്റ് ആക്കിയോ മാറ്റി വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം, വരയ്ക്കാം, സ്കെച്ച് ചെയ്യാം, നമുക്കിഷ്ടമുള്ള എന്ത് കാര്യങ്ങളാണോ ചെയ്യാം. ഇപ്പോൾ ഗാർഡനിങ് ചെയ്യാം, വാട്ടെവർ, നമുക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. മൊബൈൽ മാറ്റി വെച്ചിട്ട് ഫുൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വയം ചെയ്യുക. അടുത്ത 4ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്ക് പോയി സന്തോഷിക്കാമെന്നാണ് ഞാൻ പേരിട്ടേക്കുന്നതിന്. അതായത് ഒറ്റയ്ക്ക് ഒരു കോഫി കുടിക്കാൻ പോകാം, നല്ലൊരു കോഫി ഷോപ്പിൽ ഒറ്റയ്ക്ക് പോയി നിന്ന് സ്വയം ബില്ലൊക്കെ ചെയ്ത്, സ്വയം ബില്ല് ചെയ്യുക, അവർ മെഷീനിൽ കയറി ബില്ല് ചെയ്യുക എന്നല്ല പറയുന്നത്, പൈസ കൊടുത്ത് ബില്ല് ചെയ്തൊരു കോഫി വാങ്ങിച്ച് സ്വയം അതിനെ ഫീൽ ചെയ്ത് കുടിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു നേച്ചർ ഫ്രണ്ട്ലി, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയി അവിടെ ഇരിക്കാം, അവിടെ കുറച്ച് നടക്കാം, പറ്റുമെങ്കിൽ ബെയർ ഫൂട്ടായിട്ട് നടക്കാം, ചെരുപ്പില്ലാതെ കുറച്ച് സമയം നമുക്ക് നടക്കാം. അതൊക്കെ ഭയങ്കര ഒരു ഫീലാണ്. അത് ഫീൽ ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒറ്റയ്ക്കൊരു മൂവി കാണാൻ നല്ലൊരു സിനിമയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഒറ്റയ്ക്ക് പോയി സിനിമ കാണുക. അതും നല്ലൊരു എക്സ്പീരിയൻസാണ്. അടുത്തതായി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നല്ലൊരു ലവിങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പല ആൾക്കാരും ഈസി ആയിട്ട് വേഴ്സറ്റൈലായിരിക്കും. അതായത് ഈസി ആയിട്ട് ഇപ്പോൾ ഒരാൾ പറയുന്നൊരു കാര്യം, എടാ നമുക്ക് അവിടെ പോയാലോ, ഞാൻ ഉണ്ട്, നമുക്ക് പോവാം. അതായത് സ്വയം ഒരു തീരുമാനം അവർക്ക് കാണില്ല, അവരുടെ ലൈഫിൽ അവരുടേതായ ഒരു ബൗണ്ടറിയോ ഡിസിഷൻസോ കാണില്ല. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഈസി ആയിട്ട് അതിൽ ആക്സസിബിൾ ആയിക്കോളും. അപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മുടേതായ കുറച്ച് ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് 8 മണി കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്സിനോട് ഒന്നും പുറത്ത് പോകാറില്ല. ചില ആൾക്കാരുണ്ട് ചില സൺഡേസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൺഡേസ് വാട്ടവർ ഏത് അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാലും നമുക്കൊന്ന് പുറത്ത് പോകാമോ അല്ലെങ്കിൽ ചില്ലാവാൻ പോകാമോ എന്നൊക്കെ വെച്ചാൽ അവരുടെ നല്ലൊരു ദിവസം അവർ ഭയങ്കര ഗ്രേറ്റ്ഫുൾ അല്ല, അല്ലെങ്കിൽ അവർ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും. സിമ്പിൾ ബുക്ക് വായിക്കുന്നതായിരിക്കും, അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കാം. അപ്പം അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തിനും നമ്മൾ യെസ് പറയാതെ നോ പറയാനും പഠിക്കണം. പിന്നെ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ദിവസം നമുക്ക് വളരെ ഫ്രണ്ട്സുമായിട്ട് ചില്ലടിച്ച് കളയാതെ വളരെ നല്ല രീതിയിൽ നമുക്ക് പറ്റും, യൂസ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു എയിം എന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കിട്ടുന്ന അവസരങ്ങൾ ഞാൻ എന്തെങ്കിലും എഴുതിയാൽ മാത്രമല്ല, അതായത് എൻ്റെ കാഴ്ചപ്പാടിനും അതുപോലെ തന്നെ എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ കാര്യങ്ങൾ എഴുതിയാൽ മാത്രമേ എനിക്ക് ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ
നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പലരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, നല്ലൊരു ലവിങ് ബൗണ്ടറി എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കണം. വിജയങ്ങൾ എങ്ങനെ ആഘോഷിക്കുക? ചെറിയ ചെറിയ വിജയം. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആസ് എ പ്രൊഫഷണൽ ലൈഫ് നമുക്കൊരു ഇൻക്രിമെൻറ്റ് കിട്ടി. എൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. എനിക്ക് കിട്ടിയ ആ ഒരു ഇൻക്രിമെൻറ്റ്, എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു, എൻ്റെ റൂംമേറ്റൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും പോയി അവിടെ നിന്നൊരു എന്താ പറയുക, ഒരു ഷോപ്പിൽ കയറി കോഫി കുടിച്ചു. ഞാൻ സെൽഫായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഒരു പീസ് ഓഫ് കേക്ക് മേടിച്ചു. ഞാൻ സെൽഫായിട്ട് ഒരു ഫോർക്ക് വെച്ച് കട്ട് ചെയ്തു അതിനെ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞ് വിജയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക ലൈഫിൽ. അപ്പോൾ ആരുണ്ട് ഇല്ല നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചില സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈയിൽ നല്ല എമൗണ്ട് ആവും. ഒരു കോഫിയും ഒരു പീസ് ഓഫ് കേക്ക് വാങ്ങാൻ മാക്സിമം ഒരു 250 റുപ്പീസ് അല്ലെങ്കിൽ 300 റുപ്പീസ് അല്ലേ ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വിജയങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുക, അതിനെ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിതത്തെ വളരെയധികം സന്തോഷകരമാക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യും, കഴിയും. അടുത്ത കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ, സ്വയം നമുക്കൊരു ലവ് ലെറ്റർ എഴുതുക. അതായത് നമുക്ക് വേണ്ടി തന്നെ ഒരു ലവ് ലെറ്റർ എഴുതുക. അത് ഭയങ്കര ടാസ്ക്കായി തോന്നുമല്ലേ? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാട്ടെവർ ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് തന്നെ ലവ് ലെറ്റർ എഴുതുക. നമ്മൾ നല്ല ക്വാളിറ്റീസ്, നമ്മളെ സ്നേഹിക്കുന്നതായിട്ടും അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന എന്തും ആ ലവ് ലെറ്ററിൽ എഴുതാം. എഴുതിയിട്ട് നമുക്കതൊന്ന് വായിച്ച് നോക്കണം. അപ്പം നമുക്ക് സെൽഫായിട്ട് തന്നെ, ഓ റിയലി ഐ ലവ് യു അഭിഷേക്, അത് നമുക്ക് സ്വയം നമ്മൾ പറയും, നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കണ്ണാടിയിൽ നോക്കാം, അത് പറഞ്ഞു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ മൊബൈൽ ഫോൺ നമുക്ക് 1 hour മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിന് ഒറ്റയ്ക്ക് പുറത്ത് പോയി പല കാര്യങ്ങളും ഫീൽ ചെയ്ത് സന്തോഷിക്കാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞത്, നല്ലൊരു ലവിങ് ബൗണ്ടറി നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും അല്ലാതെ നമ്മുടെ ജീവിതത്തിലായാലും. ദെൻ അതുപോലെ പറഞ്ഞ വിജയങ്ങൾ, നമുക്ക് വരുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളും ആഘോഷിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ പറഞ്ഞത്, നമുക്ക് സ്വയമേ ഒരു ലവ് ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമുക്ക് വേണ്ടി നമ്മൾ സ്വയം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതാരും ചെയ്തു തരില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.